അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഇന്നലെ കുട്ടിക്ക് എൻ്റെ ഉപ്പ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന കടലമുട്ടായിയുടെ പാക്കറ്റിനുള്ളിൽ ഇതാണ് കടലമുട്ടായിയുടെ പാക്കറ്റ്. അതിൻ്റെ അകത്ത് കടിച്ച് ചവച്ച് തിന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ബീഡിക്കുറ്റി കിട്ടി. ബീഡിക്കുറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ബീഡി വലിച്ചിട്ട് കുറ്റിയായി അങ്ങേയറ്റത്തെ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു കഷ്ണം അതിൻ്റെ ഉള്ളിൽ ചാടിയിട്ട് അതടക്കം പാക്കറ്റ് ചെയ്ത ഒരു കടലമുട്ടായി ആയിരുന്നു കിട്ടിയത്. കണ്ടോ, ഇത് ചവച്ചിങ്ങനെ വായിലൊരു ചവർപ്പ് വന്നപ്പം ഇങ്ങനെ തുപ്പി പ്ലേറ്റിക്ക് തുപ്പി നോക്കുമ്പോൾ ഒരു ബീഡി കുറ്റിയാണ്. കണ്ടോ, ഇതാണ് SK പീനട്ട് ചിക്കി SK സ്വീറ്റ്സ് എന്ന് പറയുന്ന ഈ കമ്പനി. അപ്പം നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടികൾക്ക് ഇതുപോലെ ഇങ്ങനത്തെ പാക്കറ്റുകൾ വാങ്ങിക്കൊടുക്കുമ്പോൾ നല്ലോണം പൊട്ടിച്ചിട്ട് ഉള്ളൊക്കെ നോക്കിയിട്ട് സിഗരറ്റിൻ്റെ കുറ്റിയും ബീഡിൻ്റെ കുറ്റിയൊക്കെ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. ഇതേപോലെയാണെങ്കിൽ പല്ലി ചത്തതും മറ്റുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കെയർലെസ് ആയിട്ടാണ് ഇവർ പാക്ക് ചെയ്യുന്നതും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്നതൊക്കെ. അപ്പോൾ ഇത് സമൂഹത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ഇങ്ങനത്തെ കമ്പനികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കാനും നമ്മൾ എന്ത് ചെയ്യണം, ഇത് പ്രചരിപ്പിക്കൽ നിർബന്ധമാണ്. കാരണം ഇതൊക്കെ വയറ്റിലെത്തിക്കഴിഞ്ഞാൽ എന്തെല്ലാം അസുഖങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിമേ എഴുതി കണ്ടത് A1 ക്വാളിറ്റി എന്നാണ് എഴുതിയത്. A1 ക്വാളിറ്റി. എന്ത് ക്വാളിറ്റിയാണ് ഇങ്ങനത്തെ ആൾക്കാരെ, ഈ ബീഡി വലിക്കുന്ന ആൾക്കാരെയൊക്കെ വെച്ചിട്ട് പാക്ക് ചെയ്യിപ്പിക്കുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കയ്യിൽ നിന്ന് പാക്കറ്റിൽ ചാടുമ്പോൾ അറിയാത്ത ഒരു ക്വാളിറ്റി. ഇതാണോ ക്വാളിറ്റി ചെക്കിങ്? അപ്പം സുഹൃത്തുക്കളെ, ഇത് നമുക്കിപ്പോൾ ഇവരോട് പ്രത്യേകിച്ച് ദേഷ്യം അങ്ങനെയല്ല, ഈ കമ്പനിയുടെ പേരിൽ പ്രത്യേകിച്ച് വെറുപ്പൊന്നും ഉണ്ടായിട്ടല്ല. ഇത് നമുക്കിപ്പോൾ ഈ കമ്പനിയിൽ പോയിട്ട് ഇത് കൊണ്ടു കൊടുക്കാനോ, ഇത് എവിടെയാണ് കമ്പനി, എങ്ങനെയാണ് കമ്പനി, ആരാ നടത്തുന്നത് നമുക്കറിയില്ല. അതുകൊണ്ട് ഇത് സമൂഹ മാധ്യമങ്ങളിൽ എത്തിച്ച് ഇത് ഈ കമ്പനികൾ എത്തുകയാണെങ്കിൽ അതിനുള്ള നടപടി എടുക്കാനുള്ള സംവിധാനങ്ങൾ ഈ കമ്പനിയുടെ അധികൃതർ പെട്ടെന്ന് ചെയ്യണമെന്നും, അതുപോലെ ഇത്തരം ആളുകളെ സിഗരറ്റ് വലിച്ച് പാക്ക് ചെയ്യുന്നവരെ ഇങ്ങനെയുള്ള ഇതിൽ നിന്നും പിന്തിരിപ്പിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഇതിൻ്റെ പാക്കറ്റും ബീഡിക്കുറ്റി അടക്കം ഞാനിവിടെ വീട്ടിലെടുത്ത് വെച്ചിട്ടുണ്ട്.